السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. പ്രത്യേക അറിയിപ്പ്. നമ്മുടെ ആദരണീയരായ ഉലമാക്കളൊക്കെ സമസ്തയുടെ ആസ്ഥാനത്ത് നിന്ന് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വേദിയിലെത്താൻ വേണ്ടി അവർ പുറപ്പെട്ടിട്ടുണ്ട്. വിഖായ വളണ്ടിയർമാർ അവർക്ക് പ്രയാസമൊന്നുമില്ലാതെ വേദിയിലെത്താനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പോഷക ഘടകങ്ങളുടെയും സമുന്നതരായ ഉലമാക്കളെ, സാദാത്തുക്കളെ, പ്രിയപ്പെട്ട സാരഥികളെ, സഹപ്രവർത്തകരെ, ഈ മഹാസംഗമത്തിന് സാക്ഷികളാവാൻ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള പൊതുജനങ്ങളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അലംഘനീയമായ അനുഗ്രഹത്താൽ സമസ്തയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SKSSF അതിൻ്റെ കർമ്മപദത്തിൽ 3.5 പതിറ്റാണ്ട് പൂർത്തിയാക്കി 35ാം വാർഷിക സമാപന മഹാസമ്മേളനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കാനാണ് ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ജാമിഅ നൂരിയ അറബിക് കോളേജിൻ്റെ വാർഷിക മഹാസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് സയ്യിദുൽ ഉലമ 35ാം വാർഷികം പ്രഖ്യാപിച്ചതു മുതൽ ഇന്ന് വരെ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ വിവിധ ജില്ലകളിലായും പല മേഖലകളിലുമായും നടന്നപ്പോൾ അതിൻ്റെയൊക്കെ വിജയത്തിന് വേണ്ടി സമ്പത്തും ശരീരവും സമർപ്പിക്കുക മാത്രമല്ല, ഊണുമുറക്കവുമില്ലാതെ സ്വദേശത്തും വിദേശത്തുമൊക്കെയുള്ള ധാരാളം പ്രവർത്തകന്മാരും നേതാക്കളും പ്രിയപ്പെട്ട സഹപ്രവർത്തകരും വാർഷികാഘോഷ പരിപാടികളുടെയും പദ്ധതികളുടെയും വിജയത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. റഹ്മാനായ റബ്ബ് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മൾ ഈ വാർഷിക സമ്മേളനത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഒട്ടേറെ പരിപാടികൾ ഇതിൻ്റെ മുന്നോടിയായി സംഘടിപ്പിച്ചുകൊണ്ടാണ്. സംഘടനയുടെ 18 വിങ്ങുകളുടെയും പ്രോഗ്രാമുകൾ വളരെ കൃത്യമായി ചാർട്ട് ചെയ്ത് ആ പരിപാടികളൊക്കെ ഓരോ മാസങ്ങളിലായി സംഘടിപ്പിച്ച് അതിൻ്റെ വിജയവും അതിൻ്റെ എല്ലാവിധ അഭിമാനവും പങ്കുവെച്ചുകൊണ്ട് മുഖദ്ദസിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ അന്തസ്സോടെ, അഭിമാനത്തോടെ ആരുടെ മുമ്പിലും നമുക്ക് തുറന്നു പറയാം, SKSSF എന്ന് പറയുന്ന ഈ പഞ്ചാക്ഷരിയെ തകർക്കാനോ തളർത്താനോ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന്
ഒരിക്കൽ കൂടെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് 35-ാം വാർഷികം മുഖദ്ദസിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. നമുക്കറിയാം, സംഘടനയുടെ 18 വിങ്ങുകൾ വളരെ കൃത്യമായി അതിൻ്റെ കർമ്മ പദ്ധതികളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇബാദിൻ്റെ കോൺഫറൻസ് സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. 35-ാം വാർഷിക കർമ്മ പദ്ധതികൾ ഐഡിയൽ കോൺഫറൻസിൽ പ്രഖ്യാപിക്കുകയും മനീഷയുടെ നേതൃത്വത്തിൽ ശില്പശാല നടത്തി പ്രഭാഷകരെ തയ്യാറാക്കി ത്വലബ വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ത്വലബ കോൺഫറൻസ് സംഘടിപ്പിച്ച് നമ്മുടെ മെഡിക്കൽ വിങ്ങായ മീമിൻ്റെ നേതൃത്വത്തിൽ മെഡി സമ്മിറ്റ് സംഘടിപ്പിച്ച് നമ്മുടെ സർഗലയുടെ ആഭിമുഖ്യത്തിൽ സർഗമേള സംഘടിപ്പിച്ച് ഓർഗാനറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ അദാലത്തും അതുപോലെ തന്നെ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ബെൽ സംഘടനാ സ്കൂൾ ഉൾപ്പെടെയുള്ള പരിപാടികളൊക്കെ ഓർഗാനറ്റിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. IMT എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് ടീമിന്റെ നേതൃത്വത്തിൽ സുംറ എന്ന് പറയുന്ന പരിപാടി സംഘടനയ്ക്ക് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ഭാരവാഹികളെയും വാക്കിഫീങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള നല്ല ക്ലാസുകൾ കൊടുക്കുകയുണ്ടായി. IFC ഫാമിലി ക്ലസ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ മയ്യത്ത് പരിപാലനം എന്ന് പറയുന്ന ഒരു വിഷയം തെരഞ്ഞെടുത്ത് 100ഓളം വരുന്ന വനിതകളെ വിളിച്ചുകൂട്ടി ആർപിമാരായി അവർക്ക് ക്ലാസ് കൊടുത്ത് അവരെ സമൂഹത്തിന് സമർപ്പിക്കുകയുണ്ടായി. സഹചാരിയുടെ നേതൃത്വത്തിൽ ഫണ്ട് ശേഖരിക്കുക മാത്രമല്ല, കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും സഹചാരി സെന്ററുകളുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകുകയുണ്ടായി. 1000ഓളം വരുന്ന സഹചാരി സെന്ററുകളിൽ സർവേ നടത്തി ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് അതിനെ ഡിജിറ്റൽ വൽക്കരിക്കുന്ന പ്രവർത്തനം ഈ കാലയളവിൽ നമ്മൾ നടത്തി. സത്യധാര എന്ന് പറയുന്ന സംഘടനയുടെ മുഖപത്രം കേരളത്തിലെ എല്ലാ മദ്രസകളിലും സസ്നേഹം സത്യധാര എന്ന് പറയുന്ന ക്യാമ്പയിൻ നടത്തി സംഘടനയുടെ മുഖപത്രത്തിന്റെ പ്രചരണ പ്രവർത്തനം സജീവമാക്കാൻ നമുക്ക് സാധിച്ചു. ഇസ്തിഖാമ എന്ന് പറയുന്ന ആദർശ വിങ്ങിന്റെ നേതൃത്വത്തിൽ ആദർശ രംഗത്ത് പ്രഭാഷണം നടത്താനും സംവദിക്കാനും കഴിവുള്ള ഒരു പ്രത്യേക ടീമിനെ തന്നെ വളർത്തിയെടുത്ത് ഇന്നലെ നമ്മുടെ പ്രതിനിധി സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അവരെ നാടിനെ സമർപ്പിക്കുകയുണ്ടായി. നമ്മുടെ മീഡിയ ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് സംഘടനയുടെ സന്ദേശം പൊതുസമൂഹത്തിന്റെ മുമ്പിലെത്തിക്കാൻ രാപ്പകലില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മീഡിയ വിങ് അവരുടെ പ്രവർത്തനം കൂടുതൽ സുഖകരമാക്കാനും പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ ഉടനടി ഏറ്റെടുത്ത് ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന വിധം ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രവർത്തനത്തിന് സുഖകരമാക്കാൻ കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ ആസ്ഥാനത്ത് ഡിജിറ്റൽ സ്റ്റുഡിയോ നമ്മൾ ഓപ്പൺ ചെയ്തു. മാത്രമല്ല, നമ്മുടെ വിക്കായ ആക്റ്റീവിങ്ങിന്റെ നേതൃത്വത്തിൽ റീഫ്രഷ്മെന്റ് ക്യാമ്പ് നടത്തി നിലവിലുള്ള വിക്കായ പ്രവർത്തകരെ സന്നദ്ധരാക്കി അവരുടെ സംഗമങ്ങളെ സംഘടിപ്പിച്ച് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഈ കാലഘട്ടത്തിൽ നടക്കുകയുണ്ടായി. സംഘടനയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ ഇസ ചില പ്രതിസന്ധികളിൽ അകപ്പെട്ടുകൊണ്ട് അത് നിർജീവമായി പോയപ്പോൾ അതിനെ സംവിധാനിച്ച് ഇസ എന്ന് പറയുന്ന പ്രസിദ്ധീകരണ വിഭാഗത്തെ പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ കൊണ്ടുവന്ന് അത് തുറന്ന് പ്രവർത്തിക്കുക മാത്രമല്ല, ബഹുമുഖ പദ്ധതികളോടെ കാലോചിതമായ ചില സംഭാവനകൾ സമൂഹത്തിന് സമർപ്പിക്കാൻ പര്യാപ്തമാകുന്ന വിധം ഇസയെ നമ്മൾ ഈ കാലഘട്ടത്തിൽ വീണ്ടും നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ദേശീയ ഘടകം നമുക്കറിയാം, ഇന്ത്യയിലെ 10-15 സ്റ്റേറ്റുകളിൽ അതിന് ഘടകങ്ങൾ ഉണ്ടാക്കി. നമ്മൾ ചെന്നൈയിൽ വെച്ചുകൊണ്ട് നടത്തിയ അതിൻ്റെ ഒരു കൗൺസിൽ ക്യാമ്പിൽ വെച്ചുകൊണ്ട് ദേശീയ പദ്ധതികൾ ഉണ്ടാക്കി. ആ പദ്ധതികളുടെ ഭാഗമായി ദേശീയ തലത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ CLC എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്റർ എന്ന് പറയുന്ന ഒരു പദ്ധതി മുന്നോട്ട് വച്ചു. അള്ളാഹുവിന്റെ അലങ്കരീയമായ അനുഗ്രഹത്താൽ കൽക്കത്തയിൽ ആദ്യത്തെ സെന്റർ നമ്മൾ ഓപ്പൺ ചെയ്തു. വേദിയിലിരിക്കുന്ന ആസാം MLA ഉദാര മനസ്സുകൊണ്ട് ദേശീയ സർഗലയത്തിൽ അദ്ദേഹം പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോ അദ്ദേഹത്തോട് ഈ സംവിധാനത്തെ കുറിച്ച് പറഞ്ഞപ്പോ തന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി 5 സെന്റർ അദ്ദേഹം നിർമ്മിച്ചു തരാമെന്ന് ഏൽക്കുകയും ആ സെന്ററുകളുടെ പ്രവർത്തനം
ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് പറയുന്നു, 35ാം വാർഷികത്തിന്റെ ഭാഗമായി 35 CLC സെന്ററുകൾ സമൂഹത്തിന് സമർപ്പിക്കാനാണ് ഈ സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ യൂണിറ്റുകളും ക്ലസ്റ്ററുകളും ജില്ലകളും ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രവാസ ലോകത്തെ പ്രിയപ്പെട്ട പ്രവർത്തകരും ഏറ്റെടുത്താൽ ഈ സമ്മേളനം പിരിയുന്നതിന്റെ മുമ്പ് ഓരോ സെന്ററിന്റെ പ്രാഥമിക ഫണ്ട് എന്നുള്ള നിലക്ക് 5 ലക്ഷം രൂപ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ മുഖദ്ദസിന്റെ സംഭാവനയായി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ആവശ്യമായ ഓൺലൈനായും ഓഫ്ലൈനായും അവർക്ക് പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നല്ല വിദ്യാഭ്യാസ പദ്ധതി എന്നുള്ള നിലക്ക് CLCയെ നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കും. മാത്രമല്ല, നമ്മൾ ഇക്കാലം വരെ നടത്തിയിരുന്ന സർഗലയം, കേരളത്തിൽ വരെയായിരുന്നു അത് നടത്തിയിരുന്നതെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹീയമായ അനുഗ്രഹത്താൽ ദേശീയ തലത്തിൽ നമ്മൾ സർഗലയം സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ 35ാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, ഈ സംഘടന എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുന്ന പ്രസ്ഥാനമല്ല. ഇത് പിറവി കൊണ്ട കാലം മുതൽ വാദീനൂറും മജ്ലിസ് ഇന്തിസാബും സമർക്കന്തും കഴിഞ്ഞ് മുഖദ്ദസിലെത്തി നിൽക്കുമ്പോൾ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചതിന്റെ ഫലമായി എല്ലാ മേഖലകളിലും ശ്രദ്ധേയമായ പദ്ധതികൾ കൊണ്ടുവന്ന് സമൂഹത്തിന് സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുത്തവർ, ഈ പ്രസ്ഥാനത്തെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ, ഈ പ്രസ്ഥാനത്തിന്റെ പദ്ധതികളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നവർ, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പലതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ ആരുടെ മുമ്പിലും വെട്ടിത്തുറന്ന് പറയാം, വൈജ്ഞാനിക മുന്നേറ്റത്തിന്റെ വഴിയിൽ പ്രീ സ്കൂൾ മുതൽ ദാറുർ റഹ്മാൻ റെസിഡൻഷ്യൽ സയൻസ് സ്കൂൾ വരെ SKSSF ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? പൂർവസൂരികളായ മഹത്തുക്കൾ. ഈ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിന് അസ്ഥിവാരമിട്ടത് മുതൽ ആ ദിശയിൽ നിന്ന് വഴി തെറ്റാതെ, ആ മാർഗത്തിൽ നിന്ന് ഒരിഞ്ചും പുറകോട്ട് പോകാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടുകൾക്ക് കരുത്തു പകർന്ന് ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെ അടിയുറച്ചു നിന്നുകൊണ്ട് സംഘടനയുടെ മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായ പദ്ധതികളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കാരുടെ മുമ്പിലും തുറന്നു പറയാം, മണ്ണാർക്കാട്ട് പോയി നോക്കിയാൽ ഇസ്ലാമിക് സെന്റർ ഉണ്ട്. സമന്വയ വിദ്യാഭ്യാസത്തോടുകൂടി ഹിഫ്ള് പഠിക്കുന്ന സ്ഥാപനമാണ് സംഘടന കീഴിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത് കോട്ടോപ്പാടത്ത് ചെന്നാൽ അലിഹാജ് തന്ന സ്ഥലം നമ്മളതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാക്കി മാറ്റിയപ്പോ ഇബ്രാഹിം ഹാജി തന്ന ഭൂമി അത് നമ്മളൊരു വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനമായി 210 പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രമായി കോട്ടോപ്പാടത്ത് ഇസ്ലാമിക് സെന്റർ ഇന്ന് വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ആദവനാട്ട് പ്രിയപ്പെട്ട സയ്യിദ് ഹാജി സംഘടനയെ ഏൽപ്പിച്ച ഭൂമിയിലാണ് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ആൺകുട്ടികൾക്ക് വേണ്ടി ഒരു സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത്. ഭംഗിയായി അത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഓർക്കണം, വെളിയങ്കോട്ട് പ്രിയപ്പെട്ട ജിന്നൻ മുഹമ്മദ് ഉണ്ണി ഹാജി തന്ന സ്ഥലം നമ്മളത് നഷ്ടപ്പെടുത്തിയിട്ടില്ല. അവിടെ പെൺകുട്ടികൾക്ക് ഒരു പുതിയ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവന്നു. 3 ബാച്ചിൽ പെൺകുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനമായി ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറത്ത് ഒരു പ്രദേശത്ത് ഒരു നിർമ്മാണം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാതെ ആ പ്രദേശത്തെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളെ സമീപിച്ചപ്പോൾ ആ പ്രസ്ഥാനം ഏറ്റെടുക്കുക മാത്രമല്ല, മറ്റെവിടെയും ഇല്ലാത്ത ഒരു പുതിയ വിദ്യാഭ്യാസ പദ്ധതി അവിടെ കൊണ്ടുവന്നു. നമ്മുടെ മക്കൾക്ക് സയൻസ് പഠിച്ച് മുന്നോട്ട് പോകാൻ ലോകോത്തര നിലവാരമുള്ള സയൻസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മക്കളെ ചേർക്കുന്നതിന്, അവിടെ അഡ്മിറ്റ് കിട്ടുന്നതിന്, അവിടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊക്കെ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രസ്ഥാനത്തെ ചേർത്തു പിടിക്കുന്നവർക്ക് നിരാശ ഉണ്ടാവില്ല. മഹല്ലാണെങ്കിലും മദ്രസയാണെങ്കിലും കുടുംബമാണെങ്കിലും നിങ്ങളുടെ മക്കളെ SKSSF എന്ന് പറയുന്ന പഞ്ചാക്ഷരിയിലേക്ക് ചേർത്തു കൊടുത്താൽ, ഈ പ്രസ്ഥാനത്തിന്റെ ഒരംഗമാക്കി മാറ്റിയാൽ, ഈ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ ചേർത്തുന്നാൽ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് നഷ്ടമില്ലാതെ നിങ്ങളുടെ മക്കളുടെ ഭാവി ഭാസുരമാക്കി അതവുള്ള അച്ചടക്കമുള്ള മര്യാദയുള്ള ഏതു കലുഷിതമായ അന്തരീക്ഷത്തിലും ആദർശന്മാരുടെ മുമ്പിലും പണയപ്പെടുത്താതെ ഇസ്ലാമിക സംസ്കാരത്തിൽ അടിയുറച്ചു നിന്ന് പ്രതികൂല സാഹചര്യത്തിൽ
ഈ ഉമ്മത്തിന് വഴികാട്ടികളായി മുന്നിൽ നിൽക്കുന്ന ഒരു നല്ല വിദ്യാർത്ഥി തലമുറയാക്കി നിങ്ങളെ മക്കളെ മാറ്റിയെടുക്കാൻ ഈ പ്രസ്ഥാനത്തിന് പദ്ധതികളും അതിന്റെ പ്രവർത്തനങ്ങളുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ SKSSF ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ കൂടിയ നമ്മളിൽ പലർക്കും അറിയില്ല ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇത്രമേൽ വലിയ സ്ഥാപനം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത്. നിങ്ങൾ ഓർക്കണം, കൊച്ചിയിൽ നമുക്ക് ഇസ്ലാമിക് സെന്റർ ഉണ്ട്, പൊന്നാനിയിൽ ഇബാദ് ഇൻഫർമേഷൻ സെന്റർ ഉണ്ട്, അരീക്കോട്ട് തച്ചെണ്ണയിൽ ചെന്നാൽ 6 കുടുംബങ്ങൾ ഫ്രീ ആയി താമസിക്കുന്നുണ്ട്. പാവപ്പെട്ട കുടുംബങ്ങൾ അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് പുനരധിവാസ കേന്ദ്രമാണ്. വാദി സക്കൻ എന്ന് പറയുന്ന പുനരധിവാസ കേന്ദ്രമാണ്. നമ്മൾ ഓർക്കണം, ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും ചെയ്തു തീർക്കാൻ സാധിക്കാത്ത അത്രമേൽ തുല്യതയില്ലാത്ത സംഭാവനകളാണ് ഈ പ്രസ്ഥാനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരുടെ മുമ്പിലും പറഞ്ഞുകൊള്ളുക, ഓരോ മാസവും പാവപ്പെട്ട രോഗികളുടെ അപേക്ഷ പരിശോധിച്ച് അർഹരാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ രോഗികളുടെ അക്കൗണ്ടിലേക്ക് ഓരോ മാസവും 15 ലക്ഷം 18 ലക്ഷം എന്ന രീതിയിൽ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം പാവപ്പെട്ട രോഗികൾക്ക് സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റെവിടെയുണ്ട്? ഇത് ഷോ വർക്ക് നടത്തുന്ന പ്രസ്ഥാനമല്ല. ഇത് ഏതെങ്കിലും ആളുകളെ ബോധ്യപ്പെടുത്താനോ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ ആൾക്കൂട്ടത്തിനിടയിൽ ആളാകാൻ വേണ്ടി സംഘടിപ്പിക്കുന്ന അങ്ങനെ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമല്ല. ആരും അറിയാത്ത വിധം ഓരോ മാസവും പാവപ്പെട്ട രോഗികളുടെ അക്കൗണ്ടിലേക്ക്, ആയിരക്കണക്കിന് രോഗികളുടെ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലമായി കോടിക്കണക്കിന് രൂപ ഈ പ്രസ്ഥാനം പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട, നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല. SKSSF എന്ന് പറയുന്ന ഈ പഞ്ചാക്ഷരിയുടെ കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ടതില്ല. ഇത് തീയിൽ മുളച്ചതാണെങ്കിൽ ഇത് വെയിലിൽ വാടുന്ന പ്രസ്ഥാനമില്ല, ഇതങ്ങനെ തകർന്ന പ്രസ്ഥാനവുമല്ല എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം. ഇതിനെ നയിച്ചു വന്നവർ അങ്ങനെയാണ്. ഇത് സമസ്തയുടെ ഊന്നുവടിയായി കടന്നു വന്ന പ്രസ്ഥാനമാണ്. ഇത് സയ്യിദുൽ ഉലമയുടെ പട്ടാളമാണ്. ഇത് സയ്യിദുൽ ഉമ്മയുടെ പട്ടാളമാണ്. ഇത് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ പട്ടാളമാണ്. ഇത് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന പട്ടാളമാണ്. ഈ പട്ടാളത്തിന് തെറ്റുപറ്റില്ല. ഈ പട്ടാളത്തിന്, ഈ പ്രവർത്തകർക്ക് വഴി പിരിയേണ്ടി വരില്ല. ഈ പ്രവർത്തകരുടെ നിലപാടുകൾക്ക് ഒരു കാലഘട്ടത്തിലും അതും മാറ്റേണ്ട സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന് ഇനിയും തിരിച്ചറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുഖദ്ദസ് നിങ്ങൾക്ക് മറുപടി തരികയാണ്. നേരത്തെ സയ്യിദ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട നായകൻ, നമ്മുടെ പ്രിയപ്പെട്ട ട്രഷറർ ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ തങ്ങൾ സൂചിപ്പിച്ച നിങ്ങൾ അറിഞ്ഞിരിക്കും, ഏറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, ആശങ്കകൾ ഉണ്ടായിരുന്നു. ഈ സമയത്ത് വേണോ എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു. എല്ലാവരും ആശങ്കപ്പെട്ട് നിൽക്കുമ്പോ അവസാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനം ബാംഗ്ലൂരിൽ പ്രഖ്യാപിച്ചപ്പോ വലിയ ആശങ്കകളും വലിയ പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ മഹാന്മാരായ ഉസ്താദുമാർ പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് പോവുക, നിങ്ങൾ തളരില്ല, നിങ്ങൾക്ക് തളർച്ച സംഭവിക്കില്ല, നിങ്ങൾ മുന്നോട്ട് പോവുക, മുഖദ്ദസ് ചരിത്രമായി തീരുമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ പ്രഖ്യാപിച്ചപ്പോ അതക്ഷരം പ്രതി അനർത്ഥമാക്കുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണുള്ളവർക്ക് കാണാം, ആർക്കും കാണാം, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം. ഇനിയും ഈ പ്രസ്ഥാനത്തെ തിരിച്ചറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തിരിച്ചറിയണമെന്ന് മാത്രമാണ് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ചേർത്തു പിടിക്കണം, ഈ പ്രസ്ഥാനത്തെ അണച്ചു പിടിക്കണം. മഹല്ലിൽ, മദ്രസക്ക്, നാടിന്, കുടുംബത്തിന്, രാജ്യത്തിന് എല്ലാ മേഖലകളിലും നമുക്ക് പദ്ധതികളുണ്ട്. അതുകൊണ്ടാ പറയുന്നത്, തിരുവനന്തപുരം RCCക്ക് മുന്നിൽ നിങ്ങൾ ചെന്നു നോക്കിയാൽ 9.5 സെന്റ് സ്ഥലമാണ് നമ്മൾ അവിടെ വിലക്ക് കാവിയത്. സയ്യിദുൽ ഉലമ തറക്കല്ലിടാൻ വേണ്ടി വന്നപ്പോ, സയ്യിദുൽ ഉമ്മ തറക്കല്ലിടാൻ വേണ്ടി വന്നപ്പോ തൊട്ടടുത്ത 4 സെന്റ് കൂടി എടുക്കണമെന്ന് പറഞ്ഞപ്പോ വിദ്യാഭ്യാസ ബോർഡ് സഹായിച്ചു, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സഹായിച്ചു, ബാക്കി ഫണ്ട് സഹചാരിയിൽ നിന്നെടുത്തു. തിരുവനന്തപുരത്തെ RCCയുടെ കണ്ണായ മണ്ണ് 9.5 സെന്റ് നമ്മൾ വിലക്ക് വാങ്ങി. അവിടെ സഹചാരി സെന്ററിന് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാ. മലബാറിലെ ഏറ്റവും വലിയ ക്യാൻസർ സെന്ററാണ് ചൂലൂർ. അവിടെ സഹചാരി സെന്റർ ഉണ്ടാക്കി നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. ആയിരക്കണക്കിന് രോഗികളുടെ അഭയ കേന്ദ്രമാണ് പ്രിയപ്പെട്ടവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിൽ നമുക്ക് സഹചാരി സെന്റർ ഉണ്ട്. അൽഹംദുലില്ലാഹ്. അവിടെ മാത്രമല്ല, ഈ നീളപ്പട്ടാളത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സമർക്കന്ത മുതൽ എണ്ണയിട്ട യന്ത്രം പോലെ
ഏതു നട്ടപ്പാതിരൊക്കെ വിളിച്ചാലും നട്ടുച്ചക്ക് വിളിച്ചാലും നോ പറയാതെ ഓടിയെത്തുന്ന എന്റെ പ്രിയപ്പെട്ട വിക്കായ പ്രവർത്തകർ, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അവർ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ച, ഈ പ്രസ്ഥാനത്തിന്റെ സന്ദേശം പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിൽ, ഈ ഭരണാധികാരിയുടെ മുമ്പിൽ ഈ പ്രസ്ഥാനത്തെ അടയാളപ്പെടുത്തുന്നതിൽ അവർ വഹിച്ച പങ്ക് ചെറുതല്ല. സമ്മേളനങ്ങൾ വിജയിപ്പിക്കുന്നത് അവരാണ് വേസ്റ്റ് വാരുന്നത്, അവരാണ് ഉറക്കമൊഴിക്കുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് ഈ പട്ടാളം ഓരോ യൂണിറ്റുകളിലും ഈ സമ്മേളനത്തോടുകൂടി 35ാം വാർഷികത്തിന്റെ ഒരു പ്രൊഡക്റ്റായി വിജിലന്റ് വിക്കായ ഓരോ യൂണിറ്റുകളിലേക്കും പ്രവർത്തനത്തിന് ഇറങ്ങുകയാ. ആർക്ക് വേണ്ടി? ആ നാടിന് വേണ്ടി, ആ നാട്ടിലെ ദീനീ പുരോഗതിക്ക് വേണ്ടി. അപകടകരമായ അവസ്ഥകളിലേക്ക് മക്കളെ കൊണ്ടുപോകാതെ, ലിബറലിസത്തിന്റെ, മതനിരാസത്തിന്റെ, മതവിരുദ്ധതയുടെ അതിരുകളില്ലാത്ത ലോകത്തേക്ക് ആധുനിക ലോകത്തിന്റെ മക്കളെ പിടിച്ചുകൊണ്ടുപോകുന്ന പുതിയ പുതിയ ചതിക്കുഴികളിൽ നിന്ന് നാടിന്റെ മക്കളെ രക്ഷപ്പെടുത്തി നിങ്ങൾക്കിതാ ഒരു നല്ല വഴിയുണ്ട്. മക്കളെ ഈ പ്രസ്ഥാനത്തോട് ചേർത്ത് പിടിച്ചോളൂ. ഈ മക്കളെ കണ്ടില്ലേ നിങ്ങൾ? അവർ എന്തിനും പരിഹാരമാണ് എന്ന് പറയുന്ന 10 പ്രവർത്തകരെ യൂണിറ്റുകളിൽ നിന്ന് വിളിച്ചപ്പോ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഒഴുകിയെത്തിയിട്ടുള്ളത്. റാലി ഇപ്പൊ അവസാനിപ്പിച്ചതേ ഉള്ളൂ. പ്രവർത്തകർ ഇനിയും ഈ പ്രസ്ഥാനത്തിലേക്ക് ചേർന്നു നിൽക്കാൻ കാത്തിരിക്കുകയാ. ഞാൻ എന്റെ സ്വാഗത ഭാഷണം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, മറ്റൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഈ ഇരിക്കുന്ന നേതാക്കൾ, ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സാദാത്തുക്കൾ, നമുക്ക് നേരത്തെ വഴികാട്ടികളായി കടന്നുപോയിട്ടുള്ള നമ്മുടെ സീനിയർ നേതാക്കൾ, ആ നേതാക്കളുടെ കൂടെ അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ടെൻഷനില്ല, നമുക്ക് പ്രയാസമില്ല, നമ്മുടെ പദ്ധതികളൊക്കെ വിജയിക്കും എന്ന കാര്യത്തിൽ സംശയത്തിന് അവകാശമില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ 35ാം വാർഷികം തുടങ്ങിയത് തന്നെ മൺമറഞ്ഞ മഹത്തുക്കളുടെ മക്ബറ സിയാറത്ത് ചെയ്തുകൊണ്ടാ. കണ്ണിയത്ത് ഉസ്താദിന്റെ മക്കാമിൽ നിന്ന് കൊടിമര ജാഥ വന്നു. വരക്കൽ മക്കാമിൽ നിന്ന് പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് പതാക കൊണ്ടുവന്നു. കടപ്പുറത്തത് ഉയർത്തി. പ്രിയപ്പെട്ടവരെ, പിന്നെ തലമുറ സംഗമം പ്രൗഢമായിരുന്നു. തലമുറ സംഗമം നേരത്തെയുള്ള പ്രവർത്തകന്മാർ കട്ടപ്പെട്ട് പണിയെടുത്ത് ഈ പ്രസ്ഥാനത്തെ വളർത്തിയവർ ഒരുമിച്ചിരുന്നപ്പോൾ പുതിയ പ്രവർത്തകർക്ക് ആവേശമാണ്. പുതിയ കാലത്ത് സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോ ഇന്നലകളിൽ അവരുടെ കട്ടപ്പാടുകൾ പുതിയ പ്രവർത്തകർക്ക് ഊർജമാണ് നൽകിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ, പ്രിയപ്പെട്ടവരെ, നമ്മളിത് വിശ്രമമില്ലാതെ സർഗസന്ധ്യ നടത്തി, ടാലന്റ് ഹോം നടത്തി, തലബ വളണ്ടിയർ മാർച്ച് നടത്തി. പ്രിയപ്പെട്ടവരെ, ആത്മീയ സമ്മേളനവും പ്രതിനിധി സമ്മേളനവും ഗ്ലോബൽ മീറ്റും വിജിലന്റ് വിക്കായ റാലിയും കഴിഞ്ഞ് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി മുഖദ്ദസിലെത്തുമ്പോൾ ഇത് ആൾക്കൂട്ടമല്ല, ഇത് കേവലം ഒരാൾക്കൂട്ടത്തിന് വേണ്ടി സംഘടിപ്പിച്ചതല്ല. ഒരുപക്ഷെ ഇതിനു വേണ്ടി ലക്ഷങ്ങൾ അയച്ചു തന്നവർ, ഇതിനു വേണ്ടി പിരിച്ചവർ, ഈ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ 50,000-ഓളം ആളുകൾക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോ കോഴിക്കോട് ജില്ലയിലെ യൂണിറ്റുകളും ക്ലസ്റ്ററുകളും മേഖലകളും പ്രധാന വ്യക്തികളും വിദേശ നാടുകളിലുള്ള പ്രിയപ്പെട്ട പ്രവാസികളും അവർ ലക്ഷങ്ങളായി ഇങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു മറ്റൊരു ചരിത്രത്തിന്റെ തുടക്കമാണ്. നേതാക്കൾ ഇവിടെ പ്രഖ്യാപിക്കും, ഇത് മറ്റൊരു ചരിത്രത്തിന്റെ തുടക്കമാണ്. ഇവിടെ നമ്മൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കും. ആ മുന്നോട്ട് കുതിക്കുന്നതിന്റെ ഭാഗമായി 7 പദ്ധതികളാണ് നമ്മുടെ മുമ്പിൽ ഇവിടെ വരാൻ പോകുന്നത്. നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം, നിങ്ങളുടെ സഹായം ഉണ്ടാവണം. നിങ്ങൾ ഇനിയും പ്രസ്ഥാനത്തെ ചേർത്ത് പിടിക്കണം. നിങ്ങളുടെ എല്ലാ കഴിവും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കണം. സ്വദേശത്തും വിദേശത്തുമുള്ളവർ, എല്ലാ ആളുകളും, ചെറിയവരും വലിയവരും ഒക്കെ ഈ പ്രസ്ഥാനത്തെ ചേർത്ത് പിടിക്കണം. നമുക്ക് ഇനി പ്രഖ്യാപിക്കാൻ പോകുന്നത് 1.5 പതിറ്റാണ്ട് മുമ്പ് പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസമാകാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ കഴിയാത്ത, അവർക്ക് പഠിക്കാൻ ആവശ്യമായ ഫീസ് കൊടുക്കാൻ കഴിയാതെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് കട്ടപ്പെടുന്ന മക്കൾക്ക് പഠിച്ചു വളരാൻ അവർക്കൊരു സാമ്പത്തിക സഹായത്തിന് വേണ്ടിയാണ് എഡ്യൂക്കെയർ പദ്ധതി 35ാം വാർഷികത്തിന്റെ ഭാഗമായി ഇവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാ. എഡ്യൂക്കേറ്റർമാർ എന്ന് പറയുന്ന ഒരു പദ്ധതി ഈ സമൂഹത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു. ഓരോ യൂണിറ്റിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി മാത്രം, പ്രിയപ്പെട്ടവരെ, എഡ്യൂക്കേറ്റർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ടീമിനെ നമ്മൾ സെറ്റ് ചെയ്തു. 1000 എഡ്യൂക്കേറ്റർമാരെ കണ്ണൂരിന്റെ മണ്ണിൽ സമർപ്പിച്ചു. കർണാടകയിൽ 300ഓളം എഡ്യൂക്കേറ്റർമാരെ സമർപ്പിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഓരോ യൂണിറ്റിലും എഡ്യൂക്കേറ്റർമാരെ സമർപ്പിക്കുന്നത് മുഖദ്ദസിന്റെ സംഭാവനയാണ്. നമുക്കിനി മുന്നോട്ട് പോകണം. ഇതുമാത്രമല്ല, നമുക്ക് വിദ്യാഭ്യാസപരമായ ആസ്ഥാനം ഉണ്ടാവണം. നമ്മുടെ ട്രെയിനിങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കാൻ
തലബയുടെ ഇബാദിന്റെ വിക്കായയുടെ ടെന്റിന്റെ സംഘടനയുടെ 18 വിങ്ങുകളെയും അതിന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ ആസ്ഥാനമായി ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ വിധം ട്രെയിനിങ് സെന്റർ ഇൻഷാ അല്ലാഹ് മുഖദ്ദസിന്റെ ഒരു പ്രഖ്യാപനമായി, മുഖദ്ദസിന്റെ ഒരു ചരിത്രമായി നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. നമുക്ക് ട്രെയിനിങ് സെന്റർ മാത്രമല്ല, നമുക്ക് വെൽനസ് വിപുലപ്പെടുത്തണം. ഡി അഡിക്ഷൻ സെന്റർ ഉൾപ്പെടെയുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള പുതിയ കാലഘട്ടത്തിൽ ലഹരിക്കടിമപ്പെട്ട് അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അവർക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരെ നന്മയുടെ വഴിയിലേക്ക്, ദീനിന്റെ മാർഗത്തിലേക്ക്, ഈമാനിന്റെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് വിപുലമായ പദ്ധതികളോടെയുള്ള വെൽനസ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇബാദിന്റെ റിലാക്സ് വില്ലേജ് ഉൾപ്പെടെയുള്ള പ്രത്യേകമായ പദ്ധതികൾ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ട് മുഖദ്ദസിൽ നിന്ന് നമുക്ക് പിരിയണം. പ്രിയപ്പെട്ടവരെ, അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് നമ്മളാണ്. ഇൻഷാ അല്ലാഹ് നേരത്തെ നടന്ന ഗ്ലോബൽ മീറ്റിൽ ഈ പദ്ധതികളൊക്കെ സമർപ്പിച്ചപ്പോ പ്രവാസ ലോകത്ത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ എല്ലാം വളരെ സന്തോഷത്തോടെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ പിന്തുണക്കാം, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടിലുള്ളവരും മറുനാട്ടിലുള്ളവരും ഈ പദ്ധതി ഏറ്റെടുത്ത് വിജയിപ്പിക്കണമെന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഒറ്റവാക്കിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. ഇസ്ലാമിന്റെ ഈ പ്രബോധനം ആരംഭിച്ച കാലം മുതൽക്ക് തന്നെ പലതും സംഭവിച്ചിട്ടുണ്ട്. അന്നു മുതൽ വെല്ലുവിളിയുണ്ട്. എല്ലാവരും വെല്ലുവിളി അതിജീവിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ പോലും വെല്ലുവിളി അതിജീവിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാ. വിശുദ്ധ ഖുർആൻ ആയത്ത് വിശദമായി നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? ഒരു നാട്ടിലേക്ക് പ്രബോധകന്മാരായി 1, 2, 3 പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചപ്പോ അവരെ നിഷേധിച്ചവർ കല്ലെറിയും, എറിഞ്ഞുകൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോ അവരെ ഉപദേശിക്കാൻ നാട്ടിൽ നിന്നൊരാൾ കടന്നു വന്നു, ഒരു നല്ല മനുഷ്യൻ വന്നപ്പോ. പ്രിയപ്പെട്ടവരെ, ആദരണീയരായ നമ്മുടെ നേതാക്കളൊക്കെ സ്ഥലത്തെത്തിക്കഴിഞ്ഞു. ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, വളരെ കൃത്യമായി പറയാനുള്ള കാര്യം, നമ്മുടെ നേതാക്കൾ കൂടെ അടിയുറച്ചു നിന്ന് മുന്നോട്ട് പോകുന്നതോടൊപ്പം നമുക്കൊരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരും. അത് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏതു നാട്ടിൽ സത്യം വിളിച്ചു പറയുമ്പോൾ, നിലപാടിൻ്റെ കൂടെ നിൽക്കുമ്പോൾ, ആദർശത്തോടൊപ്പം നിൽക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നമ്മളെ മുമ്പിൽ ഉണ്ടാകും. അതിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കരുത്. നാം അവസാന നിമിഷം വരെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചിട്ടാണെങ്കിലും ഈ ആദർശത്തിന്റെ വഴിയടിച്ചു നിൽക്കണം. അവിടെ ആടിക്കളിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആദർശത്തിന്റെ വഴിയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി, പ്രവർത്തകർ മുഖദ്ദസ് കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ ഇനി നമുക്ക് വിശ്രമമില്ല. നമ്മൾ സംഘടനയുടെ സർക്കുലറുകൾ കൃത്യമായി ശ്രദ്ധിക്കണം. നമുക്ക് ഓൺലൈൻ സംവിധാനമുണ്ട്, മോണിറ്ററിംഗ് സിസ്റ്റമുണ്ട്, റിപ്പോർട്ടിംഗ് സിസ്റ്റമുണ്ട്. എല്ലാ 2 വർഷത്തിലൊരിക്കലും വെറുതെ അങ്ങ് കമ്മിറ്റി ഉണ്ടാക്കല്ല. നമ്മൾ നവംബറിൽ അദാലത്ത് തുടങ്ങും. 1 മാസം അദാലത്ത് നടത്തും. സംഘടനയുടെ എല്ലാ രേഖകളും പരിശോധിക്കും. ഓൺലൈനായും ഓഫ്ലൈനായും പരിശോധന നടത്തി റിപ്പോർട്ട് തന്നവർക്ക് മാത്രമേ അംഗീകാരമുള്ളൂ. അല്ലാത്ത യൂണിറ്റുകളെ നമ്മൾ അംഗീകരിക്കാറില്ല. 2 വർഷത്തിലൊരിക്കൽ അദാലത്ത് നടത്തി പൂർത്തിയാക്കി അംഗീകാരം പുതുക്കി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങി. കൃത്യമായി ഡിസംബറിൽ മെമ്പർഷിപ്പ് തുടങ്ങിയിട്ട് ഫെബ്രുവരി 19 മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തിയാക്കി സംസ്ഥാന കമ്മിറ്റി ഉണ്ടാക്കുന്ന ഒരേ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അത് SKSSF മാത്രമേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദരണീയരായ നേതാക്കളൊക്കെ മുഖദ്ദസ് നഗറിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ആളുകൾ ഞാൻ ഈ നിമിഷം ഈ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി ഓർക്കുന്നത്, ഈ രംഗം എല്ലാവരെക്കാളും കാണാൻ കൊതിച്ച ഒരാളായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ മരിക്കുന്ന അന്ന് രാവിലെ ഞാൻ ഉപ്പയുടെ അടുത്ത് ചെന്നപ്പോൾ ഞാനിങ്ങനെ തൃശ്ശൂരിലേക്ക് അടിയന്തരമായി പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന സമയത്ത് ഉപ്പ എനിക്ക് യാത്ര പറഞ്ഞു, നന്നായി സംസാരിച്ചു. ഞാനൊരു 10 മിനിറ്റ് സമയം ഉപ്പയുടെ അടുത്തിരുന്ന് അറബിയിലും മലയാളത്തിലും ദുആ ചെയ്തു.
പോരുമ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സമ്മേളനം കടലില്ലാതെ കഴിച്ചിലാവൂലേ, സമ്മേളനം കടലില്ലാതെ കഴിച്ചിലാവൂലേ എന്ന് ചോദിച്ചു എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ. ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നു, നമുക്കൊക്കെ ഉപ്പമാരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. നിങ്ങളുടെ ആമീനാണ് നമ്മുടെ ഒക്കെ ഉപ്പമാർക്കുള്ള ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഉപ്പയെ അനുസ്മരിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഉപ്പയാണ് എൻ്റെ ആവേശം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും മാതാപിതാക്കളുടെയും ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, വെളിച്ചമാക്കി കൊടുക്കട്ടെ. നമ്മൾ ഈ ചെയ്യുന്ന സേവന പ്രവർത്തനത്തിൻ്റെ ഒക്കെ ഫലം അവർക്ക് കൂടി ഉള്ളതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ഉഖ്റവിയായ ലോകത്തേക്ക് കൺകുളിർമയാകുന്ന വിധം അള്ളാഹു അവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അംസക്കോയ ഉസ്താദിന് സാദരം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഖിറാഅത്ത് നടത്തിയ ഹാഫിൽ അഹമ്മദ് നസീം ബാക്കവി, അവർ നിസ്കാരത്തിന് നേതൃത്വം നൽകിയ ഹാഫിൽ അഹമ്മദ് നസീം ബാക്കവിയെയും സാദരം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഖിറാഅത്ത് നടത്തിയ സിനാൻ നൂറുള്ള എന്നവർക്കും സ്വാഗതം പറയുന്നു. അതുപോലെ ഈ മഹത്തായ മുഖദ്ദസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട നായകൻ, പ്രതിസന്ധികളിലും എവിടെയും പരിക്കേൽപ്പിക്കാതെ ഈ പ്രസ്ഥാനത്തെ വളർത്തി ഉയർത്തി വർഷങ്ങളായി മുഖദ്ദസിലേക്ക് എത്തിച്ചു തന്ന സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ. അള്ളാഹു മഹാനവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. മഹാനവറുകളെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സയ്യിദുൽ ഉലമ, നമുക്കറിയാം, ആ പേര് പറയുമ്പോഴേക്കും നമുക്കൊക്കെ അഭിമാനമാണ്. മഹാനായ സയ്യിദുൽ ഉലമയാണ് നമ്മുടെ ആവേശം. സയ്യിദുൽ ഉമ്മയാണ് നമ്മുടെ ഓരോ പരിപാടിക്കും തുടക്കം കുറിക്കാൻ നമുക്ക് പ്രോത്സാഹനം തന്നിട്ടുള്ളത്. അവരെ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രഭാഷണത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഷേഖുൽ ജാമിയ അനുഗ്രഹ ഭാഷണം, രോഗശൈലിയിലായിരുന്നിട്ട് പോലും 35,000 വിജിലന്റ് വിക്കായ പ്രവർത്തകർക്ക് കൊടി കൊടുത്തിട്ട് അവിടെ വന്ന് ആ പതാക, സംഘടനയുടെ പ്രിയപ്പെട്ട പതാക 35,000 വിക്കായ വളണ്ടിയർമാരുടെ ക്യാപ്റ്റൻ ജലീൽ ഫൈലിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടി വന്നത് നന്ദിയോടെ ഓർക്കുകയാണ്. അള്ളാഹു മഹാനവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ പ്രിയപ്പെട്ട ഹമീദ് ഫൈലി അമ്പലക്കടവിന് മസ്കത്ത് റേഞ്ചർ ജമിയത്തുൽ മുഅല്ലിമിന്റെ അവാർഡ് സമ്മാനിക്കുന്നുണ്ട്. ആ അവാർഡ് സമ്മാനിക്കുന്നത് സയ്യിദുൽ ഉലമയാണ്. ഹമീദ് ഫൈലി ഉസ്താദിനെയും ഈ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ മുഖ്യ പ്രഭാഷണത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ ഡോക്ടർ മുഹമ്മദ് അബു സയ്യിദ് അൽ അമീർ മഹ്മൂദ് ഈജിപ്ത് അവർകളെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷെയ്ഖുന MT അബ്ദുള്ള ഉസ്താദ്, ഞാനിങ്ങനെ സമ്മേളനത്തിൻ്റെ ആശങ്ക പറഞ്ഞപ്പോൾ പെട്ടെന്ന് പറഞ്ഞു, ഇനി നമുക്ക് മുഖദ്ദസാണ്, അത് വിജയിച്ചുകൊള്ളും. ഞാൻ അവിടെ പോയിരുന്നു, ഞാൻ നേരത്തെ അവിടെ വന്ന് സ്റ്റേജൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് ഊർജം പകർന്നു തന്ന ഷെയ്ഖുന MT ഉസ്താദിനെ ഈ മഹത്തായ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷെയ്ഖുന കൊയ്യോട് ഉസ്താദ് മഹാനവറുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിശിഷ്ടാതിഥി 5 CLC സെന്റർ നമുക്ക് സമർപ്പിച്ച ഷർമാൻ അലി അഹമ്മദി MLA ആസാം അവരുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, നമ്മൾ വിളിച്ചപ്പോൾ ഈ മജ്ലിസിലേക്ക് തന്നെ വരണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടേക്ക് തന്നെ വരാമെന്ന് നിൽക്കുകയും നേരത്തെ ഇവിടെ എത്തിച്ചേർന്നുകയും ചെയ്ത PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വിഷയാവതരണ പ്രഭാഷണം നിർവഹിക്കുന്ന സമസ്ത കേന്ദ്ര മുശാവറങ്ങളായിട്ടുള്ള ഹൈദർ ഫൈലി പനങ്ങാങ്ങര ഉസ്താദ്, മുസ്തഫൽ ഫൈലി, അതേപോലെ തന്നെ അബ്ദുസ്സലാം ബാക്കവി ഉൾപ്പെടെയുള്ള ആദരണീയരായ പ്രഭാഷകരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സിന് സമാപന സന്ദേശം നൽകിക്കൊണ്ട് പ്രൗഢമായ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട 3 സീനിയർ നേതാക്കളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് കൂടുതൽ ഊർജം നൽകട്ടെ, ആവേശം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, നമ്മുടെ പ്രിയപ്പെട്ട പ്രഭാഷകൻ അബ്ദുസമദ് പൂക്കുട്ടൂർ സാഹിബ്, ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂർ സാഹിബ്, അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേദിയിലൊട്ടേറെ നേതാക്കളുണ്ട്. എനിക്ക് 10 മിനിറ്റ് സമയമാണ്. ഞാൻ ആദ്യം പറഞ്ഞു സ്വാഗതം ഞാൻ പറയുന്നില്ല. ഇന്നലെ നടന്ന മീറ്റിങ്ങിലും ഇന്ന് വൈകുന്നേരം ഈ വേദിയിലെത്തുന്നത് പറഞ്ഞു എന്നെ സ്വാഗതത്തിന് പറയരുത് എന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ തന്നെ പറയണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിന്നത്. ഞാൻ അങ്ങനെ പ്രസംഗിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ സവിനയം ക്ഷമിക്കണമെന്ന അപേക്ഷയോടുകൂടി ഈ ഇരിക്കുന്ന എല്ലാ നേതാക്കളെയും
ആരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിദേശത്ത് നിന്ന് വന്നവരുണ്ട്, പ്രവാസി സഹോദരങ്ങളുണ്ട്, ലക്ഷ്യങ്ങൾ തന്നവരുണ്ട്, വിവിധ പ്രവാസി സംഘടനകളുടെ സാരഥികളുണ്ട്, സമസ്തയുടെ മുഴുവൻ നേതാക്കളും പ്രിയപ്പെട്ട പ്രവർത്തകരും ഈ വേദിയിലുണ്ട്. എല്ലാവരെയും എല്ലാറ്റിലും ഉപരി വലിയ സംഖ്യ ചെലവഴിച്ച് ബാംഗ്ലൂരിലേക്ക് പോയവർ തന്നെ മുഖദ്ദസിലേക്ക് വീണ്ടും ബസ് സംഘടിപ്പിച്ച് വന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, യൂണിറ്റിലെ, ക്ലസ്റ്ററിലെ, മേഖലയിലെ, ജില്ലയിലെ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, അവരെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം റഹ്മാനായ റബ്ബ് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഈ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മുടെ മീഡിയ പ്രവർത്തകർ, നമ്മുടെ മറ്റു വിദേശ നാടുകളിൽ നിന്ന് എത്തിച്ചേർന്നവർ, വിശിഷ്ടാതിഥികൾ, പൊതുസമൂഹം, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അല്പസമയം അധികമെടുത്തതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.